പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്പം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. എൻ്റെ നാട്ടിലെ ഒരു സുഹൃത്ത് തൻ്റെ വീടും സ്ഥലവും വിൽക്കാനായി വെച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ്. കഴിഞ്ഞ 2 വർഷമായി ആ സുഹൃത്ത് വീടും സ്ഥലവും വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതയുണ്ട്. പെട്ടെന്ന് കൊറോണ വരുമ്പോൾ ഉള്ള ഒരു സാമ്പത്തിക ബാധ്യത അറിയാമല്ലോ. പെട്ടെന്ന് പലരുടെയും ബിസിനസ് ഡൗൺ ആയി പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ ബിസിനസ്സും സ്വാഭാവികമായിട്ടും കുറച്ച് പ്രയാസമുണ്ടായി. അങ്ങനെ കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടായപ്പോൾ ആ ബാധ്യതകൾ ഒഴിവാക്കി സമാധാനത്തോടെ നിൽക്കാം, പിന്നീട് പതിയെ കയറി വരാമെന്നുള്ള ധാരണയിൽ അദ്ദേഹത്തിന്റെ പണി തീരാത്ത വീടും സ്ഥലവും വിറ്റ് ബാധ്യത തീർത്ത് സമാധാനത്തോടെ ജീവിതം ഒന്നേന്ന് തുടങ്ങാം എന്ന് കരുതിയിരിക്കുമ്പോൾ ഒരു വിഭാഗം അറിയാമല്ലോ, തകർക്കാൻ വേണ്ടി നിൽക്കുന്നവർ. അതായത് നമ്മൾ പറയും മലയാളികൾ മറ്റുള്ളവരെ കൈപിടിച്ചു ഉയർത്താൻ മിടുക്കരാണ് എന്ന്. ഒരാളുടെ സങ്കടം കേൾക്കുമ്പോൾ, ഒരാളുടെ സഹായം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചു കൊടുക്കുന്നവരാണ് എന്ന്. ശരിയാണത്. പക്ഷെ അതേസമയം ചെറിയൊരു പക്ഷം സമൂഹത്തിലുണ്ട്, എങ്ങനെ വീണവനെ അവിടെ ഇട്ട് ചവിട്ടാമെന്ന നിലയിൽ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. അത്തരത്തിലുള്ള ചിലർ അദ്ദേഹത്തിന്റെ വീട് സ്ഥലവും വിൽക്കാൻ സമ്മതിക്കാതെ, ഇനി അഥവാ വിറ്റാലും ഒഴുകുന്ന ഒരു ഒഴുക്കല്ലേ, നമുക്ക് ഓടിച്ചിട്ട് പിടിക്കാം എന്നുള്ള ഒരു ധാരണ. എനിക്കിത് മനസ്സിലാകുന്നത് ഈ സിറ്റുവേഷൻ ഏതാണ്ട് 13 വർഷത്തിന് മുമ്പ് ഞാൻ കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ്. ഏതാണ്ട് സെയിം സിറ്റുവേഷനിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്, എന്റെ കൂടെ ഉള്ളവർ എങ്ങനെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ എന്റെ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ആരെയും ഉൾപ്പെടുത്താതെ എന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള, യൂട്യൂബിലെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരോട് മാത്രം ഞാൻ സംസാരിക്കുകയും അവരുടെ ഫണ്ട് കളക്ഷനിലൂടെ ഞാൻ എന്റെ കമ്പനി പിടിപ്പിക്കുകയും ചെയ്തത്, വളർത്തുകയും ചെയ്തത്. ഈ വരുന്ന 1-ാം തീയതി ലോഞ്ചിങ് ആണ്. ധാരാളം ഇന്ത്യയിലെമ്പാടും എത്ര പേരുണ്ടെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു മാസം ചുരുങ്ങിയത് ഒരു 40,000 രൂപയെങ്കിലും എത്തുന്ന വിധത്തിൽ ഒരു വരുമാന സംവിധാനം കൂടി ഞാനകത്ത് ചെയ്യുന്നുണ്ട്. അതങ്ങനെയാ, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നിട്ടുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയും അതുപോലെ തകർച്ചയിലൂടെയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പണത്തിന്റെ വില നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടുന്ന വിധത്തിലുള്ള ഒരു ജോലി ആയിരിക്കണം നമ്മൾ കൊടുക്കുക എന്നൊരു നിലപാട്. അവരുടെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ നിലയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഓൺലൈനിൽ ചില കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ യാദൃശ്യമായി കണ്ടത്. വെറുതെ ഒരു യൂട്യൂബിലേക്ക് കയറിയപ്പോൾ ടേണിംഗിൽ ഞാൻ കണ്ടതാണ്. എനിക്ക് വളരെ വിഷമം തോന്നി, നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന്. ഒരാൾ എങ്ങനെയെങ്കിലും അയാളുടെ ബാധ്യത തീർക്കാൻ നോക്കുമ്പോൾ ആ സ്ഥലത്തിന് എത്ര കണ്ട് വില ഇടിച്ചു താഴ്ത്തിക്കാൻ നോക്കാമെന്ന്. എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല, ആ ആളുമായി ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള ചിലരുമായി ഞാനൊന്ന് സംസാരിച്ചു. എനിക്ക് പരിചയമുള്ള നാടാണല്ലോ. സംസാരിച്ചിട്ടുണ്ടെന്ന് ചിലർ പറഞ്ഞു ജെനുവിനാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം ആരുടെയും കാൽക്കീഴിൽ കൊണ്ടുവന്ന് ചുരുക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്നാൽ ഇനി ഇങ്ങനെ തന്നെ മറ്റ് നിയമ തടസ്സങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥലം, ആ വീടടക്കം നറുക്കിട്ട് കൊടുക്കാൻ അങ്ങ് തീരുമാനിച്ചു എന്നാണ്. ഇനി അഥവാ ഇപ്പോഴത്തെ സർക്കാർ സംവിധാനങ്ങളും മറ്റും നമുക്കറിയാലോ, തിന്നയില്ല തീറ്റയ്ക്കയില്ല എന്ന്. അതായത് പട്ടി തിന്നുകയുമില്ല, പശുവിനെ തിന്നാൻ സമ്മതിക്കുകയില്ല എന്നതാണ് ഇപ്പോഴത്തെ സർക്കാർ നിലപാട്. ഒരാൾ കടം കയറി മുടിഞ്ഞ് അയാളുടെ സ്ഥലം ജപ്തി ചെയ്ത് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഏത് വിധേനയും വിറ്റ് ആ കടം തീർത്തിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കൂടാം എന്ന് കരുതിയാൽ അതിനെ സമ്മതിക്കില്ല. അതിനെ സമ്മതിക്കാതെ ഉടനെ അതിന് നിയമ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് അത് മുടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് കടന്നു വരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട സൊല്യൂഷനും കൊടുക്കണം. ഇവിടെ ബാങ്കുകാർ കൊടുക്കുന്ന ഒരു സമാധാനം പോലും നമ്മുടെ ഭരണ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ നൽകുന്നില്ല എന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ കേട്ടിടത്തോളം, ഞാൻ പരിശോധിച്ചിടത്തോളം ഇത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കാല് പിടിക്കലോ ഒന്നുമല്ല. തന്റെ പ്രോപ്പർട്ടി വിൽക്കാൻ നാട്ടുകാരായ ചിലർ സമ്മതിക്കുന്നില്ല. അതായത് അത് അങ്ങനെയാ, ഒഴുകി പോകുന്നത് പിടിക്കാം എന്ന നിലയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് അതെങ്ങനെയെങ്കിലും അർഹതപ്പെട്ട ചിലർക്ക് എത്തട്ടെ എന്നതുകൊണ്ട് 1000 രൂപയുടെ കൂപ്പണുകളാണ് അദ്ദേഹം വെക്കുന്നത്. അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തിന്റെയും ആ വീടിന്റെയും വില എത്രയാണോ, ആ നാട്ടിലെ വില എത്രയാണോ അതിന്റെ കൂപ്പൺ മാത്രമേ അദ്ദേഹം അടിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു പ്രോപ്പർട്ടിക്ക് കുറെ പണം അടിച്ചു വാങ്ങി, ഇപ്പോൾ ഒരു 50 ലക്ഷം അല്ലെങ്കിൽ ഒരു 65 ലക്ഷം രൂപ വിലയുള്ള ഒരു സ്ഥലത്തിന് ഒരു 2 കോടി 3 കോടി രൂപ പിരിച്ചിട്ട് അതിങ്ങോട്ട് വിറ്റ് ബാക്കിയുള്ളത് കൊണ്ട് ലാഭിഷാക്കാമെന്ന ധാരണയൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ ആ വീടും ആ സ്ഥലവും ആ നടപ്പ് വില എത്രയാണ് അവിടെ ഉള്ളത് അത്ര തന്നെ ഇല്ല, അതിലും താഴെ മാത്രം ആണ്
ആ തുക കണ്ടുകൊണ്ട് അദ്ദേഹം അത് വിൽക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ബിസിനസ് തകർച്ച അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഏറ്റവും കൂടുതൽ വീഡിയോകൾ എന്റെ ബോർഡിലേക്ക് കയറി വരുന്നത് സയ്യിദ് അലവി ചെറുപ്പുളശ്ശേരിന്റെ വീഡിയോകളാണ്. അദ്ദേഹത്തിന്റെ വീഡിയോകളെ ഒന്ന് രണ്ട് കാണാറുണ്ട്. ആ സംസാര ശൈലി കേൾക്കാൻ രസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർ വീഡിയോകൾ കാണുമ്പോൾ അദ്ദേഹം വീടുകൾ കാണിക്കും. നല്ല അടിച്ചാപ്പൊളി വീട് എന്ന് കാണിക്കുമ്പോൾ ആ വീടിന്റെ ഉൾവശം കാണിക്കും. അതിൽ അടുക്കളയിൽ പരന്നു കിടക്കുന്ന പാത്രങ്ങൾ, അതുപോലെ ബെഡ്റൂമിൽ കിടക്കുന്ന കട്ടിലുകൾ, അതിനുള്ള മെത്തകൾ, അലമാരയിലെ സാധനങ്ങൾ, അതുപോലെ കുട്ടികളുടെ കളിക്കോപ്പുകൾ, മുറ്റത്തിരിക്കുന്ന പഴകിത്തുരുമ്പിച്ച ഒരു സൈക്കിൾ, ഇങ്ങനെയുള്ള പലതും കാണുമ്പോൾ എത്ര കഷ്ടപ്പെട്ടാണ് അവർ ആ വീടുണ്ടാക്കിയതെന്നും അതിലെങ്ങനെയാണ് അവർ താമസിച്ചിരുന്നതെന്നും എത്ര സങ്കടത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നതെന്നും കൂടി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കണം നമ്മൾ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ കേരളം എത്തിച്ചേർന്നു. സാമ്പത്തികമായി ഒരുപാട് തകർന്ന തരിപ്പണമായി പോയി. അതായത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അത്രത്തോളം സാധാരണക്കാരായ ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്ന വിധത്തിലുള്ള വരുമാന സംവിധാനങ്ങൾ, അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം സാമ്പത്തികമായി തകർന്നുപോയ ബിസിനസ്സുകളെ തിരിച്ചു പിടിക്കാനുള്ള പദ്ധതികൾ, അങ്ങനെ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ തന്നെ ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് 1 വർഷം ഈ സർക്കാരിന്റെ കാരുണ്യം കാത്തു നിന്നു. നാളെ കിട്ടും പേപ്പർ അവസാനം ഉപേക്ഷിച്ചിട്ട് കർണാടകയിലെത്തിയപ്പോ 1 മാസത്തിനുള്ളിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് അടക്കം മുഴുവൻ കാര്യങ്ങളും പൂർത്തിയായിരുന്നാണ്. 3 ദിവസം കൊണ്ട് അവിടുത്തെ സർക്കാർ രേഖകൾ ശരിയായി. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ നിലവിലുള്ള അവസ്ഥ. ഞാൻ ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ സാമ്പത്തികമായി തകർന്നവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇത്തരത്തിൽ കുടുങ്ങി നിൽക്കുന്ന ചിലരെങ്കിലും അവരുടെ നിലവിലുള്ള സമ്പാദ്യം, അല്ലെങ്കിൽ അപ്പോഴുള്ള ആ സമ്പത്ത് വിറ്റുകൊണ്ട് ആ ബാധ്യതകൾ തീർത്തുകൊണ്ട് സമാധാനത്തോടെ നിൽക്കാം എന്ന് കരുതിയാൽ സ്വാഭാവികമായിട്ടും അതിന് തകർക്കാൻ നിയമത്തിന് നൂലാപാലം ചില കോസ്രാക്കുള്ളിയും പിടിച്ചുകൊണ്ട് ചിലതെണ്ണം അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് മാത്രം അഡ്വാൻസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തതേ ഉള്ളൂ. ഈ കാണുന്ന കോൺടാക്ട് നമ്പർ ആഷിഖിന്റേതാണ്. അതായത് അദ്ദേഹത്തിൻ്റെതാണ് ആ വീടും സ്ഥലവും. അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്ക് തരും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കൊണ്ട് തിരിച്ചു കയറി വരാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷവുമുണ്ട്. പക്ഷെ ആ അന്തരീക്ഷം ഒരുക്കണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ബാധ്യത മാറേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കേണ്ടത്. ഈ കൊടുത്തിട്ടിരിക്കുന്ന കോൺടാക്ട് നമ്പർ അദ്ദേഹത്തിൻ്റെതാണ്. ആവശ്യമില്ലാത്തവർ ദയവായി കഥ പറയാനും അല്ലെങ്കിൽ കഥ കേൾക്കാനും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. തിരൂരിന്റെ പരിസര പ്രദേശത്ത് ഒരു വീട്, അല്ലെങ്കിൽ കയറി കിടക്കുന്ന ഒരു വീട്, ഒരു ഭാഗ്യ പരീക്ഷണം, അതിന് നിങ്ങൾ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒരു 1000 രൂപ ഇട്ടുകൊടുത്തിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കാര്യം പറയാം. വെറുതെ കഥ പറയാൻ ദയവായി വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കാരണം കഥ കേൾക്കാനും കളിയാക്കാനും എല്ലാവർക്കും സാധിക്കും. ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളുന്നില്ല. Different angles. Don't forget to subscribe and support this channel.